Meet the editors. ചോദ്യം ഇതാണ്, മുനമ്പം വോട്ട് വഴി. സ്മൃതി, ഇന്നിപ്പോൾ കിരൺ റിജിജു മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോഴാണ് പറഞ്ഞത് ഇത് സുപ്രീം കോടതി വരെ പോകേണ്ടി വരും, നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്ന്. അപ്പോൾ സ്വാഭാവികമായുമുള്ള ചോദ്യം, അങ്ങനെയെങ്കിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലുകൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാമെന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ ഉറപ്പ് നൽകിയത് എന്തിനാണ്? മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ചോദ്യം. മുനമ്പം ഒരു വോട്ട് വഴിയാണോ? മുനമ്പം വോട്ട് വഴി തന്നെയാണ്. പാർലമെന്റിൽ മന്ത്രി കിരൺ റിജിജു കള്ളം പറയുകയായിരുന്നു എന്നുള്ളതാണ്. വഖഫ് നിയമ ഭേദഗതിയെ മുനമ്പവുമായി ബന്ധപ്പെടുത്തി പറയുക എന്നുള്ളത് BJPയുടെ അതിബുദ്ധിയായിരുന്നു. പാർലമെന്റിൽ തന്നെ പലതവണ ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മുനമ്പം എന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിനും എത്രയോ മുൻപ് തന്നെ മുനമ്പം കേന്ദ്രീകരിച്ച് BJP അത് വോട്ട് വഴിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിന് സഭാ നേതൃത്വത്തിന് പിന്തുണ കൂടി തേടുന്നുണ്ടായിരുന്നു. സഭാ നേതൃത്വവും അത് തെറ്റിദ്ധരിച്ചു. മുനമ്പത്തെ അവിടുത്തെ പാവപ്പെട്ട ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാകുമെന്ന് അവരും തെറ്റിദ്ധരിച്ചു. അപ്പോൾ അവരും ആ തരത്തിൽ ഒരു പിന്തുണ നൽകി. അതുകൊണ്ടാണ് വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുമെന്നൊരു ഭീഷണിയുടെ സ്വരത്തിൽ പോലും സഭാ നേതൃത്വം KCBS പ്രതികരിച്ചിരുന്നത്. അതിനുശേഷം അത് തെറ്റായി പോയി എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സഹനത്തിൻ്റെ എല്ലാ വഴിയും കണ്ടു കഴിഞ്ഞു എന്നുള്ള പ്രതികരണം സഭാ വക്താവ് തന്നെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ നോക്കൂ, ഈ പരിപാടി നന്ദി മോദി എന്നൊരു പരിപാടിയാണ്. എന്തിനാണ് നന്ദി? എന്ത് കാര്യത്തിലാണ് നന്ദി വേണ്ടത്? ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി കൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുനമ്പത്തിലെ ജനങ്ങൾക്ക് ആ ഭൂമി തിരിച്ചു കിട്ടും എന്നൊരു വ്യാമോഹം അവർക്കുണ്ടാക്കുന്ന രൂപത്തിലായിരുന്നു BJP നേതാക്കളും പ്രതികരിച്ചിരുന്നത്. പാർലമെന്റിലെ ഉറപ്പും അതായിരുന്നു. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ കൃത്യമായി, കൊച്ചിയിലെ മാധ്യമങ്ങളാണ് അത് കൃത്യമായി ചോദിച്ചത്. ആ ചോദ്യത്തിന് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു പരിഹാരം സാധ്യമല്ല, കാരണം ഇത് ജനം അവിടുത്തെ നിയമ പോരാട്ടം തുടരേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. നിയമ വഴിയിലൂടെ മാത്രമേ അതിന് പരിഹാരമുള്ളൂ എന്നുള്ളതാണ്. വഖഫ് ട്രൈബ്യൂണൽ അധികാരത്തിലും ഒരു ഭേദഗതി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ട്രൈബ്യൂണലിനെതിരെ ഹൈക്കോടതിയെ, സുപ്രീം കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ്. നിലവിൽ റിട്ട് സാധ്യതയുണ്ട്, അതൊരു അപ്പീൽ സാധ്യതയായി മാറി എന്നുള്ളതാണ് വലിയ ഒരു കാര്യമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചൊരു നിരാശ തന്നെയാണെന്നുള്ള കാര്യത്തിൽ അവരുടെ പ്രതികരണം വ്യക്തമാണ്. കാരണം അവരെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിൽ അവരെ പോയി രാഷ്ട്രീയ പാർട്ടികൾ കാണുകയും ഉറപ്പുകൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടവർക്ക് കരമടയ്ക്കാൻ കഴിയാത്തതിൻ്റെ വിഷമമാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയും നമുക്കറിയാം ഈ വഖഫ് സംരക്ഷണ സമിതി എങ്ങനെയാണ് കോടതിയിൽ ഇക്കാര്യത്തിൽ പെരുമാറിയിട്ടുള്ളത് എന്ന്. ഇന്ന് നോക്കൂ, മുനമ്പം സമരസമിതിയുടെ പ്രതികരണം. ഗുഡ് ന്യൂസ് ആണ് പ്രതീക്ഷിച്ചത്, പക്ഷേ അതുണ്ടായില്ല. ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്, 3 ആഴ്ചയ്ക്കകം മറുപടി അറിയിക്കാം എന്നാണ് അറിയിച്ചത് എന്ന്. നോക്കൂ, നമ്മൾ ഇത്രയും ദിവസവും ഇത്രയും കാലം കെട്ടുന്ന മുനമ്പത്തിലതാ പരിഹാരമായിരിക്കുന്നു എന്ന രൂപത്തിലാണ്. നമുക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഇത് എല്ലാം വഖഫ് ഭൂമി ആക്കപ്പെടും എന്നുള്ളൊരു ആശങ്ക വിതർന്ന രീതിയിലുള്ള പ്രചാരണം BJP നടത്തിയിരുന്നു. അപ്പോൾ ആ പ്രചാരണം ഒരു തരത്തിൽ ക്രിസ്ത്യൻ സഭാ സമൂഹത്തെ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. സഭാ സമൂഹം ആ രൂപത്തിൽ തന്നെ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ചർച്ച് ബിൽ വന്നേക്കാം എന്നുള്ള സൂചന. സഭയുടെ സ്വത്തുക്കളുടെ കണക്കെടുക്കേണ്ടതുണ്ട്, അവർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്വത്ത്, വഖഫിനല്ല, വഖഫ് ബോർഡിനല്ല എന്ന രൂപത്തിലുള്ള ലേഖനം ഓർഗനൈസറിൽ വന്ന് അത് ഇപ്പോഴേ ഇടേണ്ട ലേഖനമല്ല എന്ന് തിരിച്ചറിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിൻവലിക്കുന്നു. പക്ഷേ പിൻവലിച്ചെങ്കിലും അതിൻ്റെ അപകടം ഇപ്പോൾ സഭാ നേതൃത്വം കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വരാപ്പുഴ ആർച്ച് ബിഷപ്പിനെ കാണാനെത്തി. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് മറ്റെന്ത് പറയും? പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ അതെന്ത് പറയും? മന്ത്രി വന്നാൽ കടന്നു പോകുമെന്ന് പറയാൻ പറ്റില്ല. അതിൽ അവരുടെ ആശങ്കകൾ പറയുമ്പോൾ 7 ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരാവശ്യമെന്ന് പറയുന്നത് ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പരാതിയാണ്. അതിന്മേൽ പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ അവരെ ആശങ്കപ്പെടുത്തുന്നത്. അടുത്തത് ഞങ്ങളാണ് എന്ന തിരിച്ചറിവ് അവർക്ക് വന്നിരിക്കുന്നു. അവിടെ ഇന്നിപ്പോൾ ഞാൻ നടത്തിയ ചർച്ചയിലും സമരസമിതിയുടെ പ്രതിനിധി വരുന്നുണ്ട്. സമരസമിതിയുടെ പ്രതിനിധി കൃത്യമായി പറയുകയാണ്, ഞങ്ങളിൽ മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളിൽ ഹിന്ദുക്കളുണ്ട്, ഞങ്ങളിൽ ക്രൈസ്തവരുണ്ട്, ഞങ്ങളെല്ലാം ഒരുമിച്ച് കഴിയുന്നവരാണ്, ഞങ്ങളെ അങ്ങനെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം അവിടെ കളിച്ചിരുന്നു. നമുക്കറിയാമല്ലോ, സംസ്ഥാന നിയമസഭയിൽ ഒരുമിച്ച് പാസ്സാക്കിയ പ്രമേയം കടലിൽ താഴ്ത്തിക്കൊണ്ടൊരു പ്രകടനമൊക്കെ അവിടെ നടത്തിയിരുന്നു. കടലിൽ കൊണ്ട് താഴ്ത്തും എന്ന സുരേഷ് ഗോപിയാണ് പാർലമെന്റിൽ വലിയ പ്രതികരണമായി നടത്തിയത്. ആ പ്രതികരണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അവിടെ ഒരു പ്രതീകാത്മക കടലിലൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച് മുന്നിൽ കണ്ടിരിക്കുന്ന കാര്യം. ഇന്ന് പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച പാവങ്ങളാണ്. അവരിന്ന് പറയുകയാണ്, ഓരോ നേതാക്കളായി വന്നിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നു, BJPയിലെ മറ്റു നേതാക്കളിരിക്കുന്നു, റിജിജു ഇരിക്കുന്നു. ഇപ്പോൾ ഉണ്ടാകും പ്രതീക്ഷ, ഒരു പ്രഖ്യാപനം എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തിനായിരുന്നു ഈ ഹൈപ്പ് ഉണ്ടാക്കിയത്? ഈ ഹൈപ്പ് ഉണ്ടാക്കുകയാണ്. ഞങ്ങളിതാ വരുന്നു, പരിഹരിക്കാൻ പോകുന്ന ഹൈപ്പ് ഉണ്ടാക്കുന്നു. പക്ഷേ അത് തിരിച്ചറിഞ്ഞു എന്നുള്ള വളരെ വേഗത്തിൽ തന്നെ RSSന്റെ ഭാഗത്തുനിന്ന് ഒരു തിടുക്കം കണ്ടു.
ആ തിടുക്കം ഒരു തിരിച്ചറിവിലേക്ക് സഭയെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മുനമ്പം വഴി ഒരു വോട്ട് നേടാമെന്നൊരു ലക്ഷ്യം അവിടെയുണ്ട്. അതേസമയം അത് പരിഹരിക്കേണ്ട വിഷയമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് അതിൽ സ്റ്റേ വാങ്ങുന്ന രൂപത്തിൽ ഇപ്പോൾ ഇവിടെ വഖഫ് സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. നാളെ നോക്കൂ, നാളെ ഇപ്പോൾ ലീഗിൻ്റെ ഒരു മഹാറാലി നടക്കാൻ പോകുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരാണ് ആദ്യം കോടതിയിലേക്ക് പോയത്? സുപ്രീം കോടതിയിലേക്ക്, അതായത് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ആദ്യം സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതിനുശേഷം വിവിധ കക്ഷികൾ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്, UDFിന്റെ ഭാഗമായ മുസ്ലിം ലീഗ് എന്തിന് സുപ്രീം കോടതിയിൽ പോയി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം കുറച്ചുകൂടി രാഷ്ട്രീയം പഠിക്കണമെന്ന് തോന്നുന്നു. അദ്ദേഹം അറിയില്ല ആരൊക്കെയാണ് പോയിട്ടുള്ളതെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലെന്ന് തോന്നുന്നു. ആദ്യം പോയത് കോൺഗ്രസ് ആണ്, പിന്നെയാണ് ലീഗ് പോയിരിക്കുന്നത്. ലീഗ് വളരെ പിന്നെയാണ് പോയിരിക്കുന്നത്. ലീഗ് നാളെ നടത്താൻ പോകുന്ന മഹാറാലിയിൽ സംസാരിക്കാൻ വരുന്നത് പഞ്ചാബ് PCC പ്രസിഡന്റും ലോക്സഭാംഗവുമായ അമരീന്ദർ സിംഗ് ആണ്. അദ്ദേഹം വളരെ ശക്തമായ പ്രസംഗം അന്ന് ലോക്സഭയിൽ കാഴ്ചവെച്ചിരുന്നു. ആ അതിശക്തമായ പ്രസംഗമായിരുന്നു. പ്രസംഗത്തിന് ചൂട് പിടിച്ച് അദ്ദേഹത്തെയാണ് മുഖ്യാതിഥിയായി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ കേരളത്തിൽ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഒരു നിലപാട് കാണാൻ പോകുന്നു എന്ന രൂപത്തിലാണ് ഞാനിതിനെ കാണുന്നത്. ഇവിടെ പ്രതിപക്ഷമായാലും ഇവിടെ ഭരണപക്ഷമായാലും ഈ കാര്യത്തിൽ എന്താണ് BJPയുടെ ലാക്ക് എന്ന് കൃത്യമായി അറിയുന്നവരാണ്. അതിൽ പ്രതികരണമുണ്ട്. അതേസമയം ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് കേന്ദ്രമന്ത്രിയും പറയും. കാരണം നിയമ പോരാട്ടമല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറയുമ്പോഴും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയുള്ള പ്രതികരണം സ്വാഭാവികമായും ഇവിടെ പ്രതിപക്ഷ നേതാവ് നടത്തുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി വേണ്ടത് പരിഹാരമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ക്ഷമയെല്ലാം നഷ്ടപ്പെട്ട് നിരാശയുടെ പടുകുഴിയിലാണ് എന്നുള്ളതാണ്. ആന്റോ അഗസ്റ്റിൻ, ലോക്സഭയിലും രാജ്യസഭയിലും കിരൺ റിജിജു മുനമ്പം വിഷയത്തെ പരാമർശിച്ചുകൊണ്ടാണ് CPMന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ഒക്കെ വാദങ്ങൾ നേരിട്ടത്. മുനമ്പം പ്രശ്നം ഇതാ പരിഹരിക്കപ്പെടാൻ പോകുന്നു വഖഫ് നിയമ ഭേദഗതി വന്നാൽ എന്നതായിരുന്നു BJPയുടെ ഒരു വേർഷൻ. അത് റിജു അവതരിപ്പിച്ചു. ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇതിന് പ്രോസ്പെക്റ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് മാത്രമേ ഉണ്ടാവൂ. റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ലെങ്കിൽ മുൻപ് 2019 രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ എങ്ങനെയാണ് മുനമ്പം വിഷയത്തെ പരിഹരിക്കാൻ കഴിയുക? ഇന്നിപ്പോൾ വ്യക്തമായി പറയുന്നു, നിയമപരമായി തന്നെ നേരിടണം, കോടതി വഴി തന്നെ നേരിടണം. അങ്ങനെയാണെങ്കിൽ പാർലമെന്റിൽ റിജു എന്തിനാണ് ഈ പാവങ്ങൾക്ക് ഈ പ്രതീക്ഷ കൊടുത്തത്? അപ്പോൾ മുനമ്പം വോട്ട് വഴിയാണോ? ഇതിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയായി. കാരണം കേരളത്തിലെ BJP പ്രവർത്തകർ, BJP നേതാക്കന്മാരെല്ലാം എന്താണോ നെഗറ്റീവ് പറഞ്ഞു വെച്ചത് അതെല്ലാം റിജു ഒന്ന് പൊളിച്ചു എന്നുള്ളതാണ്. റിജു വന്നപ്പം വിചാരിച്ചത് എന്താണെന്നറിയോ, വലിയൊരു പ്രഖ്യാപനം നടത്തും. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് നന്ദി ബോഡി എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഞാൻ ഈ ദിലീപിൻ്റെ സിനിമയിൽ മറ്റേ ഒരു ഞാൻ വിമൽകുമാർ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ പോലെയാണ്. അതുപോലെ ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഒരു പ്രഖ്യാപനവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. നടന്നത് എന്താണെന്നറിയോ, എന്താണ് റിജിജു എന്ന് പറഞ്ഞെന്നറിയോ, ഈ മുനമ്പത്തുണ്ടായതുപോലെ സംഭവം ഇനി ആവർത്തിക്കില്ല. മുനമ്പത്തെ ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടു, ഇത് വഖഫിനെതിരാണ്. ഹൈക്കോടതി ഉത്തരവിനെതിരെ പുതിയ നിയമപ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാം. സർക്കാർ ഭൂമി ഈ സംസ്ഥാന സർക്കാർ തുടർ നടപടി സ്വീകരിക്കണം. എറണാകുളം കളക്ടറോട് മുനമ്പം രേഖകൾ പരിശോധിക്കാൻ പറയണം. സർക്കാരിനെതിരെ നിർദ്ദേശിക്കണം. മുൻപം പ്രശ്നം ആഴത്തിൽ അസ്വസ്ഥപ്പെടുത്തി ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്ന നിലയിൽ നിർണായക നടപടി സ്വീകരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? കേരള സർക്കാർ ചെയ്തത് എന്താണ്? കേരള സർക്കാർ ഒരു കമ്മീഷൻ നിയോഗിച്ചു. ഈ റിജിജു പറഞ്ഞ കാര്യം നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒരു കമ്മീഷൻ നിയോഗിച്ചിട്ട് അവിടുത്തെ എന്താ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അത് ഹൈക്കോടതി പോയി. ഹൈക്കോടതി കമ്മീഷൻ വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ആ സ്റ്റേ ചെയ്ത് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്ത് ഇപ്പോൾ കമ്മീഷൻ ഉണ്ട്. ഇപ്പോൾ ആ കമ്മീഷൻ ഉണ്ട്. അപ്പം കേരള സർക്കാർ ചെയ്തതാണ് നല്ല നടപടി എന്നുള്ളത് റിജിജു എന്ന് പറയുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ BJPക്കാർ എന്താണ് വിചാരിച്ചിരുന്നത്? കേരളത്തിലെ എല്ലാവരെയും ഒരേപോലെ വിഡ്ഢികളാക്കാം എന്നുള്ള നിലയ്ക്കായിരുന്നു. കാരണം മുൻകാല പ്രാബല്യത്തോടു കൂടിയിട്ട് ഈ ഈ നിയമം ഭേദഗതി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് ഗുണം ചെയ്യൂ എന്നുള്ള കാര്യം കുറേ നാളുകളായിട്ട് കേരളത്തിലെ കോൺഗ്രസും CPMഉം മറ്റുള്ള എല്ലാ പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലീഗ് അടക്കമുള്ള പാർട്ടികൾ പറയുന്നത് മുൻകാല പ്രാബല്യത്തോടു കൂടി നിയമം നടപ്പിലാക്കണം എന്നുള്ളത്. പക്ഷേ മുൻകാലം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണല്ലോ ഇന്നത്തോട് വന്നത്. അപ്പോൾ പിന്നെ എന്താണ്, ഇനി അങ്ങോട്ട് ആരെങ്കിലും വാക്കാൽ സ്ഥലം ആര് വാക്കാൽ ഇനി സ്ഥലം കൊടുക്കാൻ പോകുന്നു? ആരെങ്കിലും ഇനി പണ്ട് കാലങ്ങളിൽ വാക്കാൽ വഖഫിന് സ്ഥലം കൊടുത്തതുപോലെ അല്ലെങ്കിൽ ദാനം കൊടുത്തതുപോലെ ഇന്നത്തെ കാലത്ത് ആരാണ് വാക്കാൽ ദാനം കൊടുക്കാൻ പോകുന്നത്? എല്ലാ രേഖകളും വേണം, രേഖാടിസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒട്ടും ഉത്തരവാദിത്തത്തോടെ അല്ലാത്ത ഒരു സംവിധാനമാണ് ശരിക്കും ചെയ്തിട്ട്. എന്താണ് ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ റിജിജു വീണുപോയി എന്നുള്ളതാണ് സത്യം. എന്താണ് കാരണം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഇതുപോലെ മറുപടി പറയേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, അതുപോലെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടെ എന്താണ് വന്നത്? ഇവിടെ വന്നത് മറ്റുള്ള ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലൊക്കെ പോയിട്ട് പ്രസംഗം നടത്തുന്ന പ്രസംഗം നടത്തി കൈയൊക്കെ വീശി കാട്ടി മോദി നന്ദി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകാനാണ് വിചാരിച്ചത്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. ഇപ്പം എന്താ നടന്നത്? കറക്റ്റായാലും കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കറക്റ്റായി ചോദ്യം ചോദിച്ചു, ഇത് എങ്ങനെ നടപ്പിലാക്കും?
ഭേദഗതിയാണ് മുനമ്പത്ത് ഗുണം ചെയ്യുക എന്ന് ചോദിച്ചു. അതോടുകൂടി തീർന്നു. പിന്നെ ഒറ്റ ചോദ്യത്തിന് മുന്നേ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ നാളുകളായിട്ട് BJP കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന നെഗറ്റീവ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇനി എന്താണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, മുനമ്പത്തെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും നാളും ചെയ്തുകൊണ്ട് വന്ന പണി ഇനിയും തുടരുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഈ നിയമ ഭേദഗതിയും കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇനി ഏതെങ്കിലും ഒരു വഖഫ് ഭേദഗതി ഒരു പിന്നെ എന്താണ് വഖഫ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭൂമി ഏറ്റെടുക്കുമെന്നുള്ളതും ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോഴത്തെ ജനങ്ങളുടെ ആവശ്യം എന്താണ്? മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് കേരള സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു ഉത്തരവാദിത്തമായി മാറുകയും അത് എങ്ങനെ തിരിച്ചെടുക്കാൻ പോവുക എന്നുള്ളത് അനുസരിച്ചിട്ട് കേരള ഹൈക്കോടതിനെയും സുപ്രീം കോടതിനെയും നിയമപരമായി നേരിടുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പം സത്യം പറഞ്ഞിട്ട് എന്താണ്, ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാക്കി ഇവർ മാറ്റാൻ വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമം നടത്തി എന്നുള്ളത് അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ്. കാരണം ഇന്ത്യയിൽ വേണ്ടി ഒരു നിയമം പാസ്സാക്കിയിട്ട് ഒരു ഭേദഗതി പാസ്സാക്കിയിട്ട് എന്തിനാ റിജിജു എന്ന് പറയുന്ന ന്യൂനപക്ഷ മന്ത്രി ഈ മുനമ്പത്തേക്ക് വരുന്നത്? കാരണം അദ്ദേഹം തന്നെ പറയുകയാണ് ഇത് മുനമ്പത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല, ഇത് രാജ്യത്തിന് വേണ്ടി മൊത്തം ഉണ്ടാക്കിയാണ്. അപ്പോൾ എന്തിനാ മുനമ്പത്തേക്ക് വരുന്നത്? മുനമ്പത്തേക്ക് വന്നിട്ട് എന്താണ് പറയുന്നത്? ഇനി തുടങ്ങിയിട്ട് ആരും ഭൂമി എടുക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? കാരണം അവിടെ അനുഭവിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഇപ്പോൾ നികുതി എടുക്കുന്നില്ല, അവർക്കിപ്പോൾ ലോൺ എടുക്കാൻ കഴിയുന്നില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല, അവരുടെ സ്ഥലത്തിന് നമ്പർ കിട്ടുന്നില്ല, വീടിന് നമ്പർ കിട്ടുന്നില്ല. ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കാമെന്ന് എന്നുള്ള സംവിധാനത്തിനാണ് അവരുടെ മുമ്പിൽ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി റിജിജു എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആരാണോ അഭയം തരുന്നത്, ആരെ കൂടെയാണ് നിൽക്കുന്നത് അവർക്ക് അറിയില്ല. സത്യം പറയാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ കിടപ്പാടം ഇല്ലാതാവുന്നു, അവർക്ക് താമസിക്കാൻ സൗകര്യം ഇല്ലാതാവുന്നു, അവർ വലിയ നിലയില്ലാ കാര്യത്തിലേക്ക് വീണ് പോവുകയാണ്. അപ്പം അവരെ സംബന്ധിച്ച് സാധാരണക്കാരായ ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള വലിയ രാഷ്ട്രീയ കുബുദ്ധികൾ ആലോചിക്കുന്ന ബുദ്ധി ഒന്നും അവരുടെ മനസ്സിലില്ല. അവരുടെ മനസ്സിൽ ഇതുപോലെ ഒരു മുനമ്പത്തെ വെച്ചിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ തിരിച്ചു കളയാം, ക്രിസ്ത്യൻ സമൂഹത്തെ മൊത്തം തിരിച്ചു കളയാം, ക്രിസ്ത്യൻ സമൂഹത്തിന് മൊത്തം വോട്ടുകൾ BJPയിലേക്ക് കൊണ്ടുപോയി കളയാം, അങ്ങനെയുള്ള ഒരു വലിയ നെഗറ്റീവായിരുന്നു ഇവർ ശ്രദ്ധിച്ചത്. അതെല്ലാം പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് റിജിജു വന്നതോടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ റിജിജുയുടെ വരവോട് കൂടിയിട്ട് മുനമ്പവുമായി ബന്ധപ്പെട്ട കാര്യത്തോടുകൂടിയും ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ട കാര്യത്തോടുകൂടിയും കേരളത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തോടുകൂടിയും BJPയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാത്തിനും തീരുമാനമായി. ഒരു കാര്യത്തിനും തീരുമാനമില്ല. ഇനി അതിനേക്കാളും വലിയ പ്രശ്നമുണ്ട്. ആരാണ്? രാജീവ് ചന്ദ്രശേഖർ BJPൻ്റെ പ്രസിഡൻ്റായി വന്നിട്ട് കൊട്ടുഘോഷിച്ചോടെ സാധനമാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് വലിയ ബുദ്ധിജീവികളുടെ ഉത്തരവാദിത്വത്തോടെ ബുദ്ധിയിൽ ഉദിച്ച സാധനമാണ് ഈ നന്ദി മോദി എന്നൊക്കെ പറയുന്ന സംവിധാനം എന്ന് പറയുന്നത്. കാരണം മുനമ്പത്ത് വരുന്നു, മുനമ്പത്തിലെ ജനങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ചെല്ലുന്നു, അവിടെ ചെന്നിട്ട് മോദിക്ക് നന്ദി പറയുന്നു, സ്ഥലം വിട്ടുകിട്ടി. അപ്പം അവിടെ ജനങ്ങളെന്താ പ്രതീക്ഷിച്ചിരിക്കുന്നത്? അവിടെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ റിജിജു വന്നിട്ട് നിങ്ങളുടെ സ്ഥലം എന്നാ പിടിച്ചോ, ഒരു പ്രഖ്യാപിക്കും ഈ സ്ഥലം പിടിച്ചു. ഇതുവരെയുള്ള കേസുകളൊക്കെ ഞങ്ങൾ നിയമനിർമ്മാണം നടത്തി മാറ്റിയിരിക്കുന്നു, നാളെ തുടങ്ങി നിങ്ങൾക്ക് നീതി അടച്ചു കിട്ടും, നിങ്ങൾക്ക് ഇത് കിട്ടും, ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അവിടെ വന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ സുപ്രീം കോടതി പോകണം, നിങ്ങൾ ഹൈക്കോടതി പോകണം, അത് കഴിഞ്ഞാൽ നിങ്ങൾ നിയമ പോരാട്ടം നടത്തേണ്ടി വരും, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. അത് பார்க்க വേണ്ടി ഇപ്പോൾ റിജിജു അവിടുന്ന് വരേണ്ട കാര്യമുണ്ടോ? അവിടുത്തെ BJPയുടെ ലോക്കൽ പ്രസിഡന്റിനെ പറഞ്ഞു വിട്ടിട്ട് ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ മതി. കാരണം അവർക്ക് മനസ്സിലാവും ഇതാണ് ഇത്രയും നാൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഞാൻ വിചാരിക്കുന്നത് ആ കാര്യത്തിനകത്ത് തീരുമാനമായി. മുനമ്പത്തിലെ ജനങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ എന്താണോ ഇന്ത്യയിലെ നിയമം, ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആവശ്യങ്ങളനുസരിച്ച് അതുമായി മുന്നോട്ട് പോവുക, നിയമവഴികളിൽ മുന്നോട്ട് പോവുക, അതിനിടയ്ക്ക് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കുക. കേരള ഗവൺമെൻറ് എന്ന് പറയുന്ന സംവിധാനം ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണോ ഇതുവരെ നടന്നത്, നെഗറ്റീവൊക്കെ പൊളിഞ്ഞു, എല്ലാവരും നെഗറ്റീവ് പൊളിഞ്ഞു. ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് കിട്ടിയ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇനിയൊന്നും നിയമഭേദഗതി ഇല്ല കേട്ടോ. നിയമഭേദഗതിയും കൂടി ഉണ്ടെന്നുള്ള പറഞ്ഞൊക്കെയാണ് പറയുന്നത്. അല്ല ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല ഇവരുടെ മുന്നിൽ, ഇനി ഒരു ഓപ്ഷൻ ഇല്ല ഇവരുടെ മുന്നിൽ. കാരണം ഇത് ഇനി ഒരു BJP നേതാവിനെ കൊണ്ടും ഇത് തിരുത്തി പറയിക്കാനും പറ്റില്ല. കാരണം അവർ പറഞ്ഞു വന്നത് എല്ലാം പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ്. അപ്പം ഇനി അതിനെക്കുറിച്ച് തിരുത്തി പറഞ്ഞിട്ട് ഇനി ഒരു നിയമ ഭേദഗതി ചിലപ്പോൾ അടി കിട്ടും അവിടുന്ന്. അപ്പോൾ ആ വഴിക്ക് പോകാതിരിക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ഏകദേശം ആ കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. ഇനി കേരള സർക്കാരും അതുപോലെ തന്നെ കോൺഗ്രസ്, ഞാൻ പറയുന്നത് എന്താണോ ഇതുവരെ മുനമ്പം നിവാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, അവിടെ നിൽക്കുകയാണ്. ഒരു ഗുണവും ഉണ്ടായിട്ടില്ല, ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി അവർക്ക് സംവിധാനം ഉണ്ടാവണമെങ്കിൽ എന്താണ്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ട്, ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു കമ്മീഷനുണ്ട്, പിന്നെ സർക്കാർ നിയോഗിച്ച കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ തന്നെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം അവർ പഠിച്ച് ഇത്ര ഭൂമിയാണ്, ഇന്നതാണ് ഇതിൻ്റെ സംവിധാനം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പോകാൻ പറ്റുമായിരിക്കും.
മനസ്സിലായോ? ആ ഒരു സംവിധാനത്തിലേക്ക് മാറുക എന്നുള്ളത് മാത്രമേ ഇവരുടെ മുന്നിൽ ഓപ്ഷനുള്ളൂ. പക്ഷേ കേരളത്തിലെ ഈ പറഞ്ഞ പാവങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള മുൻപത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിതാപകരമായ അവസ്ഥയാണ്. അവർക്കിനി എന്താണ് ഒരു അഴി എന്നുള്ളത് അവർക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. അപ്പം അവരുടെ മുന്നിൽ കേരള സർക്കാർ ആക്ട് ചെയ്യേണ്ട സമയം ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സമയത്ത് ആക്ട് ചെയ്യണം. ഇനി ഏതെങ്കിലും കഴിഞ്ഞിട്ട് കാലകൂവി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഒരു കാര്യമില്ല. ഇന്നലെയും നാളെ ആക്ട് ചെയ്യണം. അതിനനുസരിച്ച് അവർക്ക് അവരുടെ മുന്നിൽ എന്താണ്, അവരുടെ മുമ്പിൽ കെട്ടിപ്പൊക്കിക്കൊണ്ടിരുന്നുള്ള എല്ലാ കോട്ടകളും പൊളിച്ചടുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നാളെ ആക്ട് ചെയ്തിട്ട് എന്താണ് കേരള സർക്കാരിൻ്റെ നിലപാട് ഇതിൻ്റെ കേസിൽ, ഇതുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും, ഏത് രീതിയിൽ ഇത് തീർക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം മുൻപ് വോട്ട് വഴിയാണോ എന്ന് ചോദിച്ചാൽ മുൻപ് വോട്ട് വഴിയാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. സുജയ, എന്തിനു പറഞ്ഞു പറ്റിച്ചു എന്നാണ് മുൻപത്തെ സമരസമിതിയിലെ ചില ആളുകൾ ചോദിക്കുന്നത്. പക്ഷേ വളരെ പോളിഷ്ഡായിട്ട് അവർ പറയുന്നത്, ഞങ്ങളൊരു ഗുഡ് ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു, ഒരു സന്തോഷ സമ്മാനം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതുണ്ടായില്ല എന്ന നിരാശയിലാണ്. ഇതെല്ലാം ഒരു വോട്ട് വഴിയാണോ? കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ഒരു ലോ ഗ്രാജുവേറ്റ് കൂടിയാണ്. അപ്പോൾ നിയമം പഠിച്ച ഒരാൾ വന്ന് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളും അല്ലാതെ പ്രഖ്യാപനത്തിലൂടെ ചെയ്യേണ്ട കാര്യങ്ങളും നല്ല ബോധ്യമുള്ള ആളാണ്. അപ്പോൾ അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന് എഴുതാറ്. ഇപ്പോൾ BJP ക്കൊന്നും കിട്ടിയില്ല, BJP ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ആ സന്തോഷത്തിലൊന്നും ഒരു കാര്യവുമില്ല. മുനമ്പത്ത് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ജസ്റ്റിസ് വിൽ ബി ഡൺ എന്ന ഒരു FB പോസ്റ്റർ ഇവിടെ മുനമ്പത്ത് നിന്ന് പോകുന്ന വഴി കിരൺ റിജിജു 14 മിനിറ്റ് മുമ്പ് ഇട്ടിട്ടുണ്ട്. കൃത്യമായി അവിടെയുള്ള ആളുകളെ കേട്ടതിന് ശേഷം ഇട്ടിരിക്കുന്നതാണ്. കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ മുനമ്പത്ത് വന്ന ആളെ പറ്റിച്ചിട്ട് പോയി എന്നുള്ളൊരു നറേറ്റീവ് നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ കാലാകാലങ്ങളായി മറ്റ് സർക്കാരുകളും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു പരിഹാരം ഉറപ്പാക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ലല്ലോ. പിന്നെ താങ്ക് യു മോദി എന്ന പരിപാടി നടത്തിയത് ഈ ബില്ല് പാസ്സാക്കി നിയമമായതുമായി ബന്ധപ്പെട്ടാണ്. അത് അവിടെയുള്ള മുനമ്പം സംരക്ഷണ സമിതിയുമായി ഒക്കെ ആലോചിച്ചാണ് അവരുടെ സമരപന്തലിന് തൊട്ടടുത്ത് ഈ പരിപാടി നടത്തിയത്. മാത്രമല്ല വരാപ്പുഴ അതിരൂപതയുമായും ഒക്കെ ഈ പരിപാടിയെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. വേദിയിലെ സാന്നിധ്യം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കിരൺ റിജിജുവും BJP നേതാക്കളും മാത്രമല്ല, അവിടെ വരാപ്പുഴ അതിരൂപതയിൽ നിന്നുള്ള വൈദികരെ അടക്കം ആ വേദിയിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ അഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഹോട്ട്സ്പോട്ടിലെത്തിയാണ്. ആ ഹോട്ട്സ്പോട്ടിലെത്തിയ ഒരു അഷുറൻസ് നൽകുന്നു എന്ന് പറയുന്നത് അത് നടക്കില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നടപ്പാക്കാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കിരൺ റിജിജു കൊടുക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഒരു വോട്ട് വഴിയായി അല്ലെങ്കിൽ മുനമ്പം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് BJP ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാം എന്നുള്ളതായിരിക്കും ഇപ്പോൾ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ UDFൻ്റെയും ഒക്കെ നീക്കം. കാരണം പാർലമെന്റിൽ അവർ ഈ ബില്ലിനെ എതിർത്തു, ബില്ല് നിയമമായി മാറുന്നതിനെ എതിർത്തു. അപ്പോൾ KCBC അടക്കം ആഹ്വാനമുണ്ടായിട്ട് ഞങ്ങൾ തള്ളിക്കളഞ്ഞത് ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് BJP എതിർക്കാനായിരിക്കും VD സതീശൻ്റെയും ഒപ്പം പ്രതിപക്ഷത്തിൻ്റെയും നീക്കം. അത് വിലപ്പോകുമോ എന്നുള്ളത് എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മുനമ്പം വിഷയം അത് ഇനിയും അങ്ങോട്ട് ചർച്ചയായിക്കൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമായിരിക്കും എന്ന് തന്നെയാണ്. കാരണം KCBC അന്നെടുത്ത സ്റ്റാൻഡ് തള്ളിക്കൊണ്ട് പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ആ രീതിയിലാണ് ഇപ്പോൾ കിരൺ റിജിജു വന്നപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറഞ്ഞത് എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, വഖഫ് ബൈ യൂസ് അത് ഒഴിവാക്കിയത് നിർണായകമാണ്. ഇല്ലീഗലായി ഇനി ഒരു ലാൻഡും ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ അതോടൊപ്പം തന്നെ കോടതിയിൽ നിൽക്കുന്ന കേസാണ്, ലീഗലി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അത് കേസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. റിജിജു എന്തുകൊണ്ടാണ് UPA സർക്കാർ വരുത്തിയ 2013 അമെൻമെന്റ്സ് എടുത്തു പറയുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആശങ്ക ആർക്കാണ്? ഈ മുനമ്പം വിഷയം വന്നപ്പോൾ BJPക്ക് എന്തായാലും അവിടെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലമൊന്നും അവിടെ ഹോൾഡ് ചെയ്യുന്നില്ല BJP. അപ്പോൾ മുനമ്പത്ത് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് കോൺഗ്രസിനാണ്. കോൺഗ്രസിന് മുനമ്പം മാത്രമല്ല, കോൺഗ്രസിന് മധ്യ കേരളത്തിലാകെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ എല്ലാ മണ്ഡലങ്ങളിലും CPM-ന് എന്തായാലും ക്രിസ്ത്യൻ വോട്ട് പോകാനൊന്നുമില്ല. പോകാനുള്ളത് UDF-ന് പ്രത്യേകിച്ച് കോൺഗ്രസിനാണ്. അപ്പോൾ തങ്ങളുടെ ഒരു ബാസ്റ്റിയൻ നഷ്ടമാകുമോ എന്നുള്ള ആശങ്കയിൽ അവർ KPCC പ്രസിഡന്റിനെ വരെ മാറ്റാൻ പോവുകയാണ്. ആന്റോ ആന്റണി മാറ്റാൻ പോകുന്ന ആന്റോ ആന്റണിയിലേക്ക് ആ പേരിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? ക്രൈസ്തവ വോട്ടുകൾ കൂടെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഒരു തുടർ ഭരണം LDF-ന് ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയാണ് K. സുധാകരനെ മാറ്റി ആന്റോ ആന്റണി എന്ന പേരിലേക്ക് അവർ എത്തുന്നത്. മലബാറിൽ അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ വോട്ട് വഴി തന്നെയാണ് എന്തായാലും കോൺഗ്രസ് അടക്കം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുനമ്പം വിഷയം മൂലം വോട്ട് നഷ്ടമാകാതെ ഇരിക്കാൻ ഇപ്പോൾ കിരൺ റിജിജു അവിടെ വന്ന് പൊടുന്നനെ പ്രഖ്യാപിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒറ്റ പ്രഖ്യാപനത്തിലൂടെ മുനമ്പത്തെ എല്ലാവർക്കും ഈ റൈറ്റ്സ് എല്ലാം ഉറപ്പാക്കി കൊടുക്കാൻ കഴിയും, റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയും എന്ന് കരുതുന്നത് ശരിയല്ല. അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും രണ്ടായി നിൽക്കുന്നു. അതിനിടയിൽ പ്രതിപക്ഷത്തിന് മുതലെടുക്കാം എന്നത് നടക്കില്ല.
നടക്കില്ല. ഇവിടെ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് തന്നെ ആക്ട് ചെയ്യുന്ന കാര്യമായിരിക്കും മുനമ്പം വിഷയത്തിൽ നമ്മൾ കാണാൻ പോവുക. ഇവിടെ CPIM ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിലായാലും ഒക്കെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ തങ്ങളുടെ വോട്ടുകൾ പിടിച്ചു നിർത്താൻ CPIM സാധിക്കുന്നുണ്ട്. മുനമ്പത്ത് പ്രതിപക്ഷത്തിന് ഒരു നേട്ടം ഉണ്ടാകാതിരിക്കാൻ CPIM അഥവാ LDF സർക്കാർ ശ്രമിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുനമ്പത്ത് ഒരു പ്രശ്നപരിഹാരം സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ ടുഗദർ എടുക്കുന്ന ഒരു കാര്യമായിരിക്കും വരുന്ന മാസങ്ങളിൽ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്നിച്ച് തന്നെ അത് ശ്രമിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ. അത് നിയമപരമായി സുപ്രീം കോടതിയിൽ പോയാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നതടക്കം സൂചനകൾ കിരൺ റിജിജു നൽകുന്നതും അതിന്റെ ഭാഗമാണ്. സംസ്ഥാന സർക്കാർ ആക്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്നും കിരൺ റിജിജുവിന്റെ പ്രസംഗത്തിൽ ഇന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുന്നതിന് ഈ പുതിയ നിയമം ഈ കാര്യത്തിൽ എത്രത്തോളം ബാധകമാണ് എന്നതാണല്ലോ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. ഇവിടെ മുനമ്പം രേഖകൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശിക്കാനാണ് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രേഖകൾ പരിശോധിക്കുന്നതിന് അതിൽ ഈ പുതിയ നിയമം വഴി രേഖകൾ പരിശോധിക്കാൻ സാധിക്കുമോ എന്ന കാര്യമാണ്. അപ്പോൾ നിയമം അറിയാവുന്ന കിരൺ റിജിജു വെറുതെ അത് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ എറണാകുളം കളക്ടർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഈ ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ വഖഫ് ബോർഡിന്റെ അധികാരങ്ങളിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, അതിലെ മറ്റ് ഇൻക്ലൂഷൻസ്, ഈ ഭേദഗതി പ്രകാരം അതെല്ലാം ഇപ്പോൾ നടപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി സ്റ്റേറ്റ് വഖഫ് ബോർഡ്സിന്റെ എല്ലാം ഘടനയിൽ മാറ്റം വരികയാണ്. അപ്പോൾ ആ വഖഫ് ബോർഡിന് മുന്നിലേക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ഈ ബോർഡ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. അതിന്മേൽ കൃത്യമായ ഡയറക്ഷൻസ് കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് അത് നടപ്പാക്കാനും സാധിക്കും. നേരത്തെ പോലെ അത്ര കോംപ്ലക്സ് ആയ ഒരു സിറ്റുവേഷൻ അല്ല സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത്. കോടതിയുടെ മുന്നിലേക്ക് പോയിരിക്കുന്ന കാര്യങ്ങളിൽ കോടതി വഴി തന്നെ മുന്നോട്ട് നീങ്ങുമ്പോൾ അക്കാര്യത്തിൽ ഇന്നിപ്പോൾ റിജിജു പറഞ്ഞതനുസരിച്ച് ട്രിബ്യൂണൽ ഉത്തരവ് എതിരായാലും വഖഫ് ട്രിബ്യൂണലിൽ നിൽക്കുന്ന ഈ കേസിൽ വഖഫ് ട്രിബ്യൂണലിന് മുന്നിൽ ഇത് എതിരായി കഴിഞ്ഞാൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ട്രിബ്യൂണൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നുള്ളത് അത് ജനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു തീരുമാനമാകണമെന്നുമില്ല. ട്രിബ്യൂണലിന് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവിലേക്ക് എത്താൻ സാധിക്കും. കാരണം ഈ സ്റ്റേറ്റിൻ്റെ പിന്തുടർച്ച അവകാശികൾ അവർ ഈ ഭൂമി വഖഫല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് കഴിഞ്ഞു. അവർ കൊടുത്തത് അത് വഖഫായിട്ടുള്ള ഭൂമിയല്ല എന്ന് പറഞ്ഞാൽ തന്നെ ആ രീതിയിലാണ് ഇപ്പോൾ ട്രിബ്യൂണലിൽ കേസ് നിൽക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ മാധ്യമങ്ങൾ കിരൺ റിജിജുവിനെ കാണുന്നതിന് മുൻപ് തന്നെ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്പോക്സ് പേഴ്സണും അദ്ദേഹവും ഒക്കെ അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ മന്ത്രിയോട് അദ്ദേഹം ചോദിച്ചത് ഈ പ്രശ്നത്തിന് നിങ്ങൾക്ക് ഈ നിയമം മൂലം ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ചോദ്യം ആദ്യം ചോദിച്ചത് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ്. അദ്ദേഹത്തോട് യെസ് എന്ന മറുപടി കിരൺ റിജിജു കൊടുത്തുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അത് ഞാൻ ട്രസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഒരു അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിന് വന്ന് അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുന്നത് അത് വെറുതെ ഒരു ഉറപ്പായിട്ട് ഞാൻ കരുതുന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൂവ്ഡ് അതർവൈസ്. അല്ലാതെ നമ്മളിരുന്ന് വാക്കിട്ട് തല്ലിയിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ജസ്റ്റിസ് വിൽ ബി ഡൺ എന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നടപ്പാകട്ടെ. കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങളിൽ നിയമവഴിയിലൂടെ പരിഹാരം ഉണ്ടാകട്ടെ. വഖഫ് ട്രിബ്യൂണലിന്റെ അധികാരങ്ങളിലും ഘടനയിലുമൊക്കെ നിയമ ഭേദഗതി മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു തീരുമാനത്തിലെത്തി മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ 2-3 വർഷമായി പുനഃസ്ഥാപിക്കാതെ അവർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് എത്രയും പെട്ടെന്ന് അടുത്ത മാസങ്ങളിൽ തന്നെ അതിന് കഴിയണം. വോട്ട് വഴിയായി കണ്ടുകൊണ്ട് ഇതിപ്പോൾ BJPയെയും കേന്ദ്ര സർക്കാരിനെയും കുറെ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഏത് പാർട്ടി ആയാലും അവിടുത്തെ ആളുകൾക്ക് നീതി ഉറപ്പാക്കി കൊടുക്കുക എന്നതാണ് പ്രധാനം. അതിന് എല്ലാവരും ചേർന്നുള്ള ഒരു സമീപനം, അതിപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള ഒരു സമീപനമാണ് ഞാൻ ഇക്കാര്യത്തിൽ മുന്നിൽ കാണുന്നത്. മുനമ്പം വോട്ട് വഴിയോ എന്നാണ് ചോദ്യം. മുനമ്പം യഥാർത്ഥത്തിൽ ഒരു വലിയ വോട്ട് വഴിയായിരുന്നു. പക്ഷേ ആ വോട്ട് വഴിയിൽ ഇപ്പോൾ കിതച്ചു നിൽക്കുന്നത് BJP ആണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. എന്തുകൊണ്ടെന്നാൽ BJPയിലെ 2 പ്രധാനപ്പെട്ട മന്ത്രിമാർ, 2 കേന്ദ്രമന്ത്രിമാർ, ഒന്ന് കിരൺ റിജിജു, മറ്റൊന്ന് സുരേഷ് ഗോപി, ഇവർ രണ്ടുപേരും മുനമ്പത്തെ മനുഷ്യർക്ക് കൊടുത്ത ഉറപ്പ്, അതിൽ കിരൺ റിജിജു ലോക്സഭയിൽ 17 മണിക്കൂർ നേരം ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഈ ബിൽ പാസ്സാക്കപ്പെടുന്നതോടെ, പറഞ്ഞ വാചകം ഇതാണ്, ഈ ബിൽ പാസ്സാക്കപ്പെടുന്നതോടെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. സുരേഷ് ഗോപി പറഞ്ഞതോ മുനമ്പത്തെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ്. മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ 2 മന്ത്രിമാരും ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ, അഥവാ കിരൺ റിജിജുവിന് ഉത്തരം പറയാൻ കഴിയാതെ പോയി. സുരേഷ് ഗോപി ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നതേ ഇല്ല മാധ്യമങ്ങളോട്. എവിടെയാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരു സെക്ഷൻ ഉള്ളത്? ഈ 2025 ഏപ്രിൽ മാസം 8-ാം തീയതി നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ആക്ട്. വഖഫ് നിയമ ഭേദഗതി ആക്ട് 2025 സെക്ഷൻ 1(2) പ്രകാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന ദിവസം മുതലാണ് വഖഫ് നിയമം ഭേദഗതി നിലവിൽ വരിക. ഏപ്രിൽ 8-ാം തീയതി, അതായത് പ്രസിഡന്റിന്റെ ഒപ്പ് വാങ്ങിക്കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഏപ്രിൽ 8-ാം തീയതി വഖഫ് നിയമ ഭേദഗതി 2025 നിയമം നിലവിൽ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനൊരു റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല.
അതായത് ഏപ്രിൽ 8 മുൻപുള്ള ഒരു ഇഫക്റ്റ് നിലവിലുള്ള ഈ കേസിനില്ല എന്നുള്ളതാണ്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചിലർ ചോദിച്ചു, അങ്ങനെ സെക്ഷൻ 2A പറയുന്നുണ്ടല്ലോ. ഇല്ല, അത് ട്രസ്റ്റിനാണ് ബാധകം. ഇവിടെ ഇതൊരു ട്രസ്റ്റിൻ്റെ വിഷയമല്ല. ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിലുള്ള 2025 വഖഫ് നിയമ ഭേദഗതി ആക്ട് പ്രകാരം മുനമ്പത്തിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന നിലപാട് മുനമ്പം വിഷയം ചർച്ച ചെയ്ത ദിവസം ഞാൻ എടുത്തതാണ്. ഏത് സെക്ഷൻ പ്രകാരം പരിഹരിക്കുമെന്ന് ഞാൻ ചോദിച്ചതാണ്. അന്ന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. നിലപാടിനെ ശരിവയ്ക്കുന്നതാണ് ഇന്നിപ്പോൾ കിരൺ റിജ്ജു പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇനി കിരൺ റിജ്ജു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ തെറ്റായി ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. ചട്ടം വരട്ടെ എന്നാണ്. നിയമത്തിലില്ലാത്തത് ചട്ടം വഴി എങ്ങനെ കൊണ്ടുവരും ആൻഡ്രൂ അഗസ്റ്റിൻ? പറ്റില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമം വന്നിരിക്കുന്നത് ഏപ്രിൽ മാസം 8 മുൻപാണെങ്കിൽ ആ നിയമത്തിലുള്ള ചട്ടങ്ങൾ ഇനി വരാൻ പോകുന്നത് ഏപ്രിൽ മാസം 8 മുമ്പാകുമോ എന്നുള്ളതാണ് ചോദ്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് കിരൺ റിജ്ജു, സുജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിയമമറിയാവുന്ന മന്ത്രിക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്ന കേരളത്തിലെ ജനതയുടെ മുന്നിൽ സത്യസന്ധമായി പറയേണ്ടി വന്നു. ഇനി നിയമം അറിയാവുന്ന മന്ത്രി സത്യം പറഞ്ഞു. അത് കോടതി വഴി, ട്രിബ്യൂണൽ വഴി, സുപ്രീം കോടതി വരെ പോയി നിയമപരമായി പരിഹരിക്കണം. അതിന് ഈ ഭേദഗതി ആവശ്യമില്ല. അതിന് നിലവിൽ ട്രിബ്യൂണലിൽ നല്ല വൃത്തിയുള്ള, കൃത്യമായ, ക്ലാരിറ്റിയുള്ള ചോദ്യം ചോദിച്ചു വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണെന്നേ. വഖഫിൻ്റെ നിയമ ഭേദഗതി ഒന്നും ഈ വിഷയത്തിലൊരു വിഷയമേ അല്ല. നിലവിലുള്ള 2013 വഖഫ് ഭേദഗതി ആക്ട് കൊണ്ടും 1995 വഖഫ് ആക്ട് കൊണ്ടും 1954 ഒറിജിനൽ ആക്ട് കൊണ്ടും നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എന്താ? വളരെ സിമ്പിളാണ് കാര്യം. 1954 വഖഫിൻ്റെ യഥാർത്ഥ നിയമം നിലവിൽ വരുന്നത്. ആ നിലവിൽ വന്ന് കഴിയുന്ന സമയത്ത് ഇപ്പോൾ വഖഫ് ഭൂമി എന്ന് പറയപ്പെടുന്ന ഭൂമിയുടെ അവസ്ഥ എന്താ? അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല വഖഫ് ബോർഡിൽ. 1954 രജിസ്റ്റർ ചെയ്തിട്ടില്ല, 55 രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്തിനേറെ 2019 വരെ വഖഫ് ബോർഡിൽ ഇപ്പോൾ വിവാദത്തിലിരിക്കുന്ന ഈ 404 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വഖഫ് ട്രിബ്യൂണൽ ചോദിച്ച ചോദ്യവും അതാണ്. നിലവിൽ നിങ്ങൾ ഭൂമി വില കൊടുത്ത് വാങ്ങുന്ന സമയത്ത് ഇത് വഖഫ് ഭൂമിയായിരുന്നോ അല്ലയോ എന്നാണ്. വഖഫ് ഭൂമി വില കൊടുത്ത് വാങ്ങുന്നത് 1988-ലും 90-ലുമാണ് വലിയ കൈമാറ്റങ്ങൾ നടക്കുന്നത്. ആ സമയത്ത് പറവൂർ കോടതിയുടെയും അതിന് ശരിവെച്ച ഹൈക്കോടതിയുടെയും ഉത്തരവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ കൈവശാവകാശം ആർക്കാണ്? ഫറൂഖ് കോളേജിനാണെന്ന് പറയുകയും ഫറൂഖ് കോളേജ് കൈവശാധികാരം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിലെ തന്നെ നേതാക്കളും അഭിഭാഷകരുമായ മൈക്കിളിന്റെയും പോളിന്റെയും സഹായത്തോടു കൂടി 1988-ലും 90-ലും ഈ ഭൂമി മുനമ്പത്തെ സാധു മനുഷ്യർക്ക് അവർ വീർപ്പിറ്റി ഉണ്ടാക്കിയ പണം കൊടുത്ത്, അവർ ബാക്കി ഇടങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പണം കൊണ്ട് ഈ മുനമ്പത്തെ ഭൂമി വാങ്ങി. അപ്പോൾ മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യർ ഈ ഫറൂഖ് കോളേജിൻ്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങുന്ന 1988-ൽ ഇത് വഖഫ് ഭൂമിയാണോ? വഖഫ് ഭൂമിയായി വഖഫ് ബോർഡ് അംഗീകരിച്ചിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല. വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ ഈ ഭൂമിയില്ല. 1990-ൽ ഇത് വഖഫ് ബോർഡിന്റെ ഇല്ല. ഇനി റവന്യൂവിന്റെ രേഖകളിൽ ഇതെങ്ങനെയാ? വഖഫിന്റെ ഭൂമിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ളത് ഏകദേശം ക്ലാരിറ്റി വരുന്നൊരു ചോദ്യം ട്രിബ്യൂണൽ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിലാണ് ഇപ്പോൾ സ്റ്റേയുമായിട്ട് പോയിരിക്കുന്നത് വഖഫ് ബോർഡ്. പക്ഷേ വഖഫ് ബോർഡിനും ഉത്തരമുണ്ടായിരുന്നില്ല. നിങ്ങൾ 1988-ൽ ഇത് വഖഫ് ഭൂമിയാണെങ്കിൽ ശരി, ഈ പറയുന്ന കൈമാറ്റം എന്നുള്ളത് ശരിയാവില്ല. അവിടെയാണ് ഇനി യഥാർത്ഥത്തിൽ ഒരു ടേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ നിയമ ഭേദഗതി കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിയമ ഭേദഗതിയേക്കാൾ അപ്പുറം ട്രിബ്യൂണലിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. അതാണ് വഖഫ് ട്രിബ്യൂണലിൽ ഉത്തരവിടുന്ന സമയത്ത് മറ്റ് വാട്സപ്പിലെ യൂണിവേഴ്സിറ്റി അമ്മാവന്മാർ പ്രചരിപ്പിക്കാൻ പോകുന്നത് ഇതാ നിയമ ഭേദഗതി വന്നു, മുനമ്പത്തെ പ്രശ്നം പരിഹരിച്ചു. അങ്ങനല്ല. ഞാൻ പറയുന്നു, ഫ്രം സോഴ്സസ് പറയുന്നു, ഇത് പരിഹരിക്കപ്പെടാൻ പോകുന്നത് ട്രിബ്യൂണൽ നിയമപരമായിട്ടാണ് പരിഹരിക്കാൻ പോകുന്നത്. ഇതിന് ഈ നിയമ ഭേദഗതിയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. കാരണം ഇതിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് പറഞ്ഞത്. ഏപ്രിൽ 8 മുൻപ് നടക്കുന്ന ഒരു ഡിസ്പ്യൂട്ടുമായും ബന്ധപ്പെട്ട് ഈ വഖഫ് ഭേദഗതി നിയമത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ മുനമ്പത്തെ ഈ വിഷയം പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തിടുക്കപ്പെട്ട് കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിന് സാധ്യതയില്ല. അതുകൊണ്ടാണ് കിരൺ റിജ്ജുവിന് നിസ്സഹായനായി പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് മുനമ്പത്തെ മനുഷ്യൻ നിസ്സഹായനായി പറയുന്നത്. നല്ല വാർത്ത കേൾക്കാൻ വന്നു, പക്ഷേ ആ നല്ല വാർത്ത കേൾക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നവർ പറയുന്നതിൻ്റെ കാരണം പറഞ്ഞ് ഉറപ്പ് തന്നിട്ട് പോയത് കേന്ദ്രമന്ത്രിയാണല്ലോ. അപ്പോൾ ഒരു ചോദ്യം, നമ്മളെ മുഴുവൻ ഇവർ പറ്റിക്കുകയായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ രീതിയാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കാരണം നിങ്ങൾ നോക്കൂ, ഷബാനു എന്ന് പറയുന്ന ഒരു വൃദ്ധയുടെ പേരിലല്ലേ ഇവിടെ മുത്തലാഖിൻ്റെ നിയമം പാസ്സാക്കപ്പെട്ടത്? ഷബാനു എന്നയുടെ ആവശ്യം എന്തായിരുന്നു? അവരുടെ ഭർത്താവിനെ പിടിച്ച് ജയിലടയ്ക്കാനായിരുന്നു. ഷബാനുവിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് അവർക്ക് അന്യായമായിട്ട് ജീവനാംശം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ അവർ മുത്തലാഖ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി നേടിയെടുത്ത അവരുടെ ജീവനാംശം അത് നിലനിർത്തുക എന്നതായിരുന്നു ഷബാനുവിൻ്റെ ആവശ്യം. പക്ഷേ ഷബാനുവിൻ്റെ പേരിൽ ഒരു നിയമം കൊണ്ടുവന്നല്ലോ നമ്മുടെ കേന്ദ്ര സർക്കാർ. അതിൽ ഈ പറയുന്ന ഷബാനുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യമാണോ പരിഹരിച്ചത്? ആ പേരിൽ ആ നിയമം കൊണ്ടുവന്ന് ഒരു വിഭാഗത്തെ ഇസ്ലാമോഫോബിക്കാക്കി മാറ്റി
പാർട്ടിക്കും അവരുടെ ഉള്ളിൽ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സമുദായത്തിൻ്റെ മനസ്സിൽ ഭീതിയും കനലും കോറിയിടുകയാണ് ചെയ്തത്. അതാണ് മുത്തലാഖിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇവിടെ എന്താ, മുനമ്പം വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ബില്ല് വന്നാൽ ഷബാനുവിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടും, മുത്തലാഖിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ മുനമ്പത്തെ മനുഷ്യരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ നിയമം അവതരിപ്പിക്കുകയായിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലും. അതിന് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ അപ്പോഴൊക്കെ പറഞ്ഞെന്താ, വരട്ടെ, അപ്പോൾ അറബിക്കടലിൽ പോകുമെന്നാണ് പറഞ്ഞത്. ഈ നിയമം അറബിക്കടലിൽ പോകുമെന്ന് പറഞ്ഞു. ഇന്ന് ആ അറബിക്കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, ഇതിൽ ഏത് സെക്ഷൻ, ഏത് ആക്ട് പ്രകാരം, ഏത് ക്ലോസ് പ്രകാരമാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്? ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു മാരീച രാഷ്ട്രീയ തന്ത്രമാണ് എന്നതാണ് എൻ്റെ ടേക്ക്. കാരണം നിങ്ങൾ ഒന്നിനെ ചൂണ്ടിക്കാട്ടും, ആ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പൊതുജനാഭിപ്രായത്തിൽ രൂപീകരിക്കും. ഷാബാനുവിൻ്റെ കണ്ണീരിനെ ഞങ്ങൾ ഇതാ നീതി കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്നു. മറുഭാഗത്ത് മുനമ്പത്തിൻ്റെ കണ്ണീര് ചൂണ്ടിക്കാണിക്കും, ഇതാ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു. യഥാർത്ഥത്തിൽ മുനമ്പത്തെ പ്രശ്നം കൊണ്ട് എന്താണ് BJPക്ക് നേട്ടമായത്? ബംഗാൾ കത്താണ്, മുർഷിദാബാദിൽ, അതേപോലെ 24 പർഗാനസിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, 300-ലധികം ആളുകൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവിടെ ഇതൊന്നും അറിയാതിരുന്ന സാധാരണക്കാരായ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഹിന്ദു സഹോദരന്മാരുടെ ജീവൻ എടുത്തിരിക്കുന്നു ആ ഭാഗത്ത്. എന്തിനാണ് ഈ അന്യായമായൊരു വർഗീയ ലഹളയ്ക്ക് കോപ്പുകൂട്ടുന്ന തരത്തിലുള്ളൊരു നിയമനിർമ്മാണം നടത്തുന്നത്? അവിടെ ഗുജറാത്തിൽ എങ്ങനെയാണോ കണ്ടത് സമാനമായൊരു സാഹചര്യം, ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കലായിരുന്നില്ല ഉദ്ദേശം, പകരം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിൽ ഈ വഖഫ് നിയമ ഭേദഗതിയെ ക്രമീകരിച്ചു. അതുകൊണ്ടല്ലേ അന്യായമായി അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തത്? ആ ഒറ്റ പറയുന്ന പ്രൊവിഷൻ പോരെ. ഒരു സമുദായത്തെ നിങ്ങൾ എങ്ങനെയാണ് ഹിന്ദു സമുദായവുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റി അവർക്ക് നിഷേധിക്കുന്ന തരത്തിലുള്ള നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്? സ്വാഭാവികമായും ഈ അസ്വസ്ഥതകൾ മുർഷിദാബാദിൽ, 24 പർഗാനസിൽ, ബംഗാളിൽ ഒരു അസ്വസ്ഥതയുണ്ടാക്കാൻ ഈ നിയമ ഭേദഗതിക്ക് സാധിച്ചു എന്നതിനും അപ്പുറത്തേക്ക് മുനമ്പത്തെ വിഷയത്തിൽ ഒരു തരി പോലും, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം പോലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നിയമം വന്നു കഴിഞ്ഞപ്പോൾ 7 ദിവസമായല്ലോ, ഒരാഴ്ചയായല്ലോ, ഗസറ്റ് വിജ്ഞാപനം വന്ന് 7 ദിവസമായിട്ടും മുനമ്പത്തെ ആളുകളുടെ പ്രശ്നത്തിൽ 1 ഡിഗ്രി പോലും മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ആ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് ട്രിബ്യൂണൽ. ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോഴാണ് വഖഫ് ബോർഡിന് ഒരു ഉത്തരവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം, ഇത് പിന്നീട് വഖഫ് ബോർഡ് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് ഈ 404 ഏക്കർ രജിസ്റ്റർ ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ സമയം പ്രത്യേകമാണ്. 2019 65 വർഷത്തിന് ശേഷമാണ് 2019 വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിട്ടിരുന്നത്. വഖഫ് ബോർഡിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന 5 പേരിൽ 3 പേരും ലീഗ് നോമിനികളാണ്. അതിൽ റഷീദ് അലി സാദിഖ് തങ്ങളാണ് അന്ന് ഇത് വഖഫ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അന്ന് പറയുന്നൊരു ന്യായം എന്ന് പറയുന്നത് നിസാർ കമ്മീഷനെ തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ആ ഹൈക്കോടതി ഉത്തരവ് ആദ്യഘട്ടത്തിൽ പാലിച്ചില്ല. രണ്ടാമത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരുന്ന സമയത്താണ് വഖഫ് ബോർഡിന് തീരുമാനമെടുക്കാമല്ലോ. വഖഫ് ബോർഡ് ഈ പ്രശ്നം ഡിസ്പ്യൂട്ടിലുള്ളതാണെന്നും ഈ വഖഫിൻ്റെ ഡീഡിൽ ഞങ്ങൾക്ക് സംശയമുണ്ടെന്നും വഖഫ് ബോർഡ് തീരുമാനമെടുത്താൽ എന്തായിരുന്നു കുഴപ്പം? അന്നെന്താ റഷീദ് സാദിഖ് തങ്ങൾ എന്തുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കാതെ പോയത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അന്ന് ആ തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗ് അന്നും തയ്യാറായിരുന്നില്ല, ഇന്നും തയ്യാറായിരുന്നില്ല. വഖഫ് സംരക്ഷണ സമിതി കേസുമായിട്ട് പോയല്ലോ. കേസുമായിട്ട് പോകുന്ന സമയത്ത് ടാക്സ് എടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തപ്പോൾ അതിനെതിരെ പ്രമേയം അവതരിപ്പിച്ച പാർട്ടി ഏതാ? അതൊക്കെ നമുക്ക് കാണുന്നവർക്കറിയാം. ഇതിനിടയിൽ കൂടി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം. ഇടതു സർക്കാരിൻ്റെ കാലത്ത് ടാക്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞു, അത് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുന്നോട്ടുള്ള പോക്കായിരുന്നു. പക്ഷേ ആ സമയത്ത് അതിനുശേഷം വഖഫ് സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചാളുകൾ, ഞാനിപ്പോഴും പറയുന്നു, അവരാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. വഖഫ് സംരക്ഷണ സമിതിയും എന്ന പേരിൽ നടക്കുന്ന ആളുകൾ തിരിച്ചറിയുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഈ വിഷയത്തിൽ ഇത്രമാത്രം കലുഷിതമായൊരു അന്തരീക്ഷം ഉണ്ടാക്കിയത് അവരുടെ ഇടപെടലാണ്. അതല്ലെങ്കിൽ വളരെ കൃത്യമായി ടാക്സ് അടച്ചു പോകുമായിരുന്നു. ആ ടാക്സ് അടച്ചു പോകുമായിരുന്നതിനെ അത് അവരാണ് നിഷേധിച്ചത്. പക്ഷേ ഈ ചോദ്യത്തിലാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. 88-ലും 90-ലും നിങ്ങൾ വാങ്ങിച്ച ഭൂമി 2019 വഖഫായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നീതി കിട്ടുന്നൊരു ചോദ്യം ഉണ്ടാവുന്നത്? ഇതാണ് ട്രിബ്യൂണലിലെ ചോദ്യം. ആ ചോദ്യം ചോദിച്ചിരിക്കുന്നതാവട്ടെ നിലവിൽ ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഇത് ഒരു മാരീച രാഷ്ട്രീയ തന്ത്രമാണ്. നിങ്ങൾ ഒന്നിനെ ചൂണ്ടിക്കാട്ടും, എന്നാൽ അത് വെച്ച് പൊതുബോധം സൃഷ്ടിക്കും, എന്നാൽ അതിന് ഘടകവിരുദ്ധമായി നിങ്ങളുടെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി നിങ്ങൾ ആ നിയമം നടപ്പിലാക്കും. ഇതാണ് മുത്തലാഖിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, ഇതാണ് ഇപ്പോൾ വഖഫിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുനമ്പത്തെ മനുഷ്യരെ ബലിയാടുകളാക്കി എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മുനമ്പത്തെ ഈ വിഷയം പരിഹരിക്കും എന്ന പേരിൽ കൊണ്ടുവന്ന നിയമം വന്ന് പിറ്റേ ദിവസം 50 പേരെയാണ് മുനമ്പത്ത് നിന്ന് BJPയിലേക്ക് കൊണ്ടുപോയത്. ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് മനസ്സിലാക്കാൻ
ഇതിൽ കൂടുതൽ എന്തിനാണ് വലിയ ബോധം ഉണ്ടാവുന്നത്? അതുകൊണ്ട് ഇത്തരം നീക്കങ്ങളെ നമ്മൾ കരുതിയിരിക്കുക തന്നെ വേണം. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടില്ലേ? വഖഫ് നിയമ ഭേദഗതിയിലൂടെ പാവപ്പെട്ട മുസ്ലിം യുവാക്കൾക്ക് ഈ സമ്പത്തങ്ങ് എടുത്തു കൊടുക്കുമെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ പഞ്ചറൊട്ടിച്ച് ജീവിക്കുകയാണ് മുഴുവൻ മുസ്ലിം യുവാക്കളും എന്ന് അതാണ് അധിക്ഷേപ പ്രസംഗം. അധിക്ഷേപ പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഈ കിരൺ റിജിജു പറഞ്ഞെന്താ, ഇനി മുനമ്പം ഒരു സ്ഥലത്തും ഉണ്ടാകാൻ ഈ നിയമം അനുവദിക്കില്ല എന്നുള്ളതാണ്. സാർ, ഇപ്പോഴും അത് അനുവദിക്കില്ല. നിങ്ങൾ മുനമ്പം വഖഫ് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഭൂമി കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, വഖഫിന്റെ ഡീഡിൽ തന്നെ വഖഫ് അല്ലാത്ത പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വഖഫ് അല്ലാത്തതായിട്ട് മാറും. അത് ആർക്കറിയാൻ വയ്യാത്തത്? നിങ്ങളൊരു വഖഫ് ഡീഡ് എടുക്കുന്നു. ആ വഖഫ് ഡീഡിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഫറൂഖ് കോളേജിന് അത് സ്വന്തമായിട്ട് ക്രയവിക്രയം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. നിങ്ങൾ വഖഫ് ഭൂമി ഏതെങ്കിലും ഒരു ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അത് വഖഫ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വതന്ത്ര ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം കൊടുക്കാൻ കഴിയില്ല. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, കണ്ടീഷൻ വയ്ക്കുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ വഖഫുമായി ബന്ധപ്പെട്ടതല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ച് സിദ്ദിഖ് സേഠിന്റെ കുടുംബത്തിന് തിരിച്ചെടുക്കാമെന്ന ഒരു കണ്ടീഷൻ കൂടി വയ്ക്കുന്നു. ഉപാധികൾ വെച്ചാൽ അത് വഖഫാവില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് ഒരു മതസ്ഥാപനമല്ല എന്നുള്ളതാണ്. അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വഖഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെയാണ് നിലവിൽ കോടതി ഉത്തരവുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ മുന്നിൽ ഈ ട്രിബ്യൂണൽ ചോദിച്ച ഏറ്റവും പ്രസക്തമായ ചോദ്യം ഈ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നന്ദി ഏറ്റുവാങ്ങാൻ വന്ന കിരൺ റിജിജു പക്ഷേ നിസ്സഹായനായി മടങ്ങുന്നത്. KCBCയുടെ കാര്യത്തിന് ഒരു കാര്യം പറയാനുണ്ട്. KCBCയുടെ കാര്യത്തിൻ്റെ അകത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ പറയുകയാണ് ഈ വിഷയം, ഈ പറയുന്ന നിയമ ഭേദഗതി വരുന്നതോടുകൂടി ഈ പറയുന്ന വഖഫ് ഈ മുനമ്പം വിഷയം തീരുമെന്നു, ഈ പറയുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഈ പറയുന്ന ആൾക്കാർക്ക് മുഴുവൻ തിരിച്ചു കിട്ടുന്നു, ഇതോടുകൂടി എല്ലാം അവസാനിക്കുമെന്ന് പറയുകയാണ്. അത് വിശ്വസിച്ചിട്ടാണ് KCBC പറയുന്നത്. അപ്പോൾ അതിനൊരു നെറേറ്റീവും കൂടെ സൃഷ്ടിക്കുന്നുണ്ട്. ആ നെറേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ കോൺഗ്രസ് MPമാരെല്ലാം ഈ ലീഗ് പറയുന്നത് കേട്ട് എതിര് നിൽക്കുകയാണ് എന്നതാണ് പറയുന്നത്. അത് ഈ ഭേദഗതിക്കെതിരെ കേരളത്തിലെ UDF MPമാർ ഈ നിലപാടെടുത്തിരുന്നെങ്കിൽ അവർക്കിന്ന് മുനമ്പത്തെ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റൂ? ഇന്ത്യയിലെ ജനങ്ങൾ നോക്കാൻ പറ്റില്ല. ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാതെ ഹൈബീഡൻ എന്താ പറഞ്ഞത് പാർലമെന്റിൽ? ഹൈബീഡൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇതിൽ ഏത് സെക്ഷനാണ് വകുപ്പ് മന്ത്രി റിജിജു പറയണം, ഏത് സെക്ഷൻ പ്രകാരമാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്? മറുപടി ഉണ്ടായില്ല റിജുവിന്. അതേ ചോദ്യമാണ്, ഹൈബീഡിന്റെ അതേ ചോദ്യമാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ഈ ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ്? ലളിതമായ ചോദ്യമല്ലേ സുജയ? മറുപടി ഇല്ലാതായിപ്പോയി നമ്മുടെ നിയമമന്ത്രിക്ക് എന്നുള്ളതാണ്. ഈ ഹൈബിയുടെ ഓഫീസിന് മുന്നിലും പോസ്റ്റർ പതിച്ചിരുന്നു, ഇതിൽ പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ ഇത് കേരളത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇനിയും ഇതേപോലെ രക്തസാക്ഷികളുടെ പേരിൽ വരും. പക്ഷേ നമ്മൾ കരുതി തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. മാരീച രാഷ്ട്രീയ തന്ത്രമാണ് യഥാർത്ഥത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുനമ്പം വോട്ട് വഴിയോ എന്നായിരുന്നു ചോദ്യം. 4 പേരുടെ അഭിപ്രായം വോട്ട് വഴി തന്നെയാണ് എന്നാണ്, അല്ലേ? അത് 4 പേരുടെ അഭിപ്രായം വോട്ട് വഴി തന്നെയാണ് മുനമ്പം എന്നുള്ളതാണ്. സംശയം. അപ്പോൾ ആ തീരുമാനത്തിലേക്ക് ഏകപക്ഷീയമായ തീരുമാനമാണ് മുനമ്പം വോട്ട് വഴി തന്നെ.